കൊച്ചി തീരത്തുണ്ടായ കപ്പൽ അപകടത്തെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം എന്നീ ജില്ലകളിലെ 78,498 മത്സ്യബന്ധന കുടുംബങ്ങൾക്കും 27,020 മത്സ്യബന്ധന അനുബന്ധ തൊഴിലാളി കുടുംബങ്ങൾക്കുമാകും ധനസഹായം ലഭിക്കുക. സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് 1000 രൂപ വീതം നൽകും. ജിബിൻ ജെബി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, ഈ ഒരു അപകടം സംഭവിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടത്തിലായത് മത്സ്യത്തൊഴിലാളികളാണ്. മീൻ ഭക്ഷിക്കാമോ എന്നൊരു ആശങ്ക ഉയർന്നിരുന്നു. അങ്ങനെയൊക്കെ മീൻ മേടിക്കാൻ ആളുകൾ വരാതിരുന്ന വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലൊരു നടപടി ഉണ്ടായിരിക്കുകയാണ്. വിശദാംശങ്ങൾ. സന്ധ്യ, രണ്ടാഴ്ച കൊണ്ട് മത്സ്യത്തൊഴിലാളി മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് നിലനിന്നത്. കാരണം ഈ കൊച്ചി തീരത്തുണ്ടായ കപ്പൽ അപകടം കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് പോകുന്നതിന് വിലക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രതിസന്ധി കാരണം മത്സ്യബന്ധന മേഖലയ്ക്ക് ഈ കടലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യങ്ങൾ വിറ്റുപോകുന്നതിനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീരങ്ങളാകെ ആശങ്കയിലായിരുന്നു. ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായാണ് സർക്കാർ ഇവർക്ക് ഒരു താൽക്കാലിക ആശ്വാസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഈ കപ്പൽ അപകടം കാരണം തീരദേശത്ത് പ്രശ്നമുണ്ടായ തീരങ്ങളായ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം എന്നീ തീരങ്ങളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധന അനുബന്ധ തൊഴിലെടുക്കുന്നവർക്കുമാണ് ഇപ്പോൾ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികളായ 78,498 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കും 27,020 മത്സ്യബന്ധന അനുബന്ധ കുടുംബങ്ങൾക്കുമാണ് സർക്കാർ 1000 രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്നായിരിക്കും ഈ 1000 രൂപ വീതം ഈ മത്സ്യത്തൊഴിലാളി അനുബന്ധ തൊഴിലാളികൾക്ക് നൽകുക. പിന്നീട് 1,05,518 കുടുംബങ്ങൾക്ക് 6 കിലോ അരി വീതവും സഹായമായി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ റേഷനും ഇവർക്ക് സൗജന്യമായി നൽകുന്നത്. അതിനുള്ള നിർദ്ദേശം ഓരോ വകുപ്പുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത്. ശരി, മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകിയത്.